نستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി 4ാമത്തെ ഫർളായി നിശ്ചയിച്ചത് റമളാൻ്റെ നോമ്പാണ്. സൗമു റമളാൻ. റമളാനിൻ്റെ നോമ്പ് എന്തിനു വേണ്ടിയുള്ളതാണ്? ആദ്യം ഷഹ്റു റമളാനിനെ പരിചയപ്പെടുത്തി തന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. തുടർന്ന് അങ്ങോട്ട് റമളാൻ മാസത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് അവരല്ലാഹുമായി നടത്തിയ കരാറ് നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ പാഠങ്ങൾ നൽകുകയായിരുന്നു. ഹിജ്റ 2ാം വർഷമാണ് റമളാൻ്റെ നോമ്പ് നിർബന്ധമാകുന്നത്. അതേ 2ാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. നാം അതാണല്ലോ വിശദീകരിച്ചു വന്നത്. ബദർ യുദ്ധത്തിൻ്റെ ഷഹാദത്തുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ചർച്ച. പരിശുദ്ധ റമളാൻ തന്നെ അല്ലാഹു തആല ബദറിന് വേണ്ടി നിയോഗിച്ചത് എന്തിനാണ്? ലോകാവസാനം വരെ മുഅ്മിനീങ്ങൾക്ക് ഇതിലൊരു പാഠമുണ്ടാകണം. റമളാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് എന്താണ്? 4 കാര്യങ്ങളാണ് റമളാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൊടുത്ത ഷഹാദ എത്രത്തോളം മുഅ്മിനീങ്ങൾ പ്രായോഗികമാക്കുന്നുണ്ട്, പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന് അറിയാനാണ്. യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. രണ്ടാമത്തത് മുഹമ്മദി റിസാലത്ത് അനുസരിച്ച് ജീവിച്ചോളാം എന്ന് മുഅ്മിനീങ്ങൾ അല്ലാഹുമായിട്ട് കരാറിലാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് അള്ളാഹിൻ്റെ റസൂലാണ് എന്നത് എൻ്റെ ജീവിതം തെളിവായിരിക്കുമെന്നാണ് ആ വാക്കിൻ്റെ മഅന. മുഹമ്മദ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ റിസാലത്തിൻ്റെ ഷഹാദത്തിൻ്റെ മഅനയാവില്ല. മുഹമ്മദ് നബിയെ പറ്റി ഒരുപാട് മദ്ഹ് പറഞ്ഞാലും റിസാലത്തിൻ്റെ ഷഹാദത്താവില്ല.
റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് പ്രവർത്തിച്ച് തെളിയിക്കേണ്ടതാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു ഞാൻ പ്രവർത്തിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, എൻ്റെ ജീവിതം തെളിവായിരിക്കും. അതാണ് ഷഹാദത്തിൻ്റെ മാന. എൻ്റെ ജീവിതം തെളിവായിരിക്കും. എന്തിൻ്റെ? അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാൻ്റെ റസൂലാണ് എന്നതിന് എൻ്റെ ജീവിതമായിരിക്കും തെളിവ്. ഇതല്ലേ അള്ളാഹ് കൊടുത്ത കരാറ്. കൂട്ടരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം ഷഹാദത്താണ്. അതെന്താണ് ചർച്ചയിൽ വരാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ പൂർത്തിയാകണം, മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ പൂർത്തിയാകണം. ഈ രണ്ട് ഷഹാദ പൂർത്തീകരിക്കുന്നതിൻ്റെ രോധനുസരിച്ചാട്ടും ദുനിയാവിൻ്റെ എല്ലാ ഏർപ്പാടുകളിലും മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഇടപെടുക എന്നല്ല അള്ളാഹിൻ്റെ വായദ. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഇതല്ല അല്ലാഹുവിൻ്റെ വായദ. മുഅ്മിനീങ്ങളോട് മാത്രമാണ് കൂട്ടരെ ഈ വായദ. ബാക്കിയുള്ള ജനങ്ങൾക്ക് അല്ലാഹു തആല വേറെ വായദ നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളോടുള്ള വായദ അല്ലാഹ് നൽകിയിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളോടുള്ള വായദ. എന്താണ് അവരോടുള്ള വായദ? അവരാകാശത്തിൽ നിന്ന് അള്ളാഹിൻ്റെ റുബൂബിയത്തിന് ഷഹാദത്ത് പറഞ്ഞ റൂഹുമായി വന്നവരാണ്. അതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാവും. ആ ആനുകൂല്യങ്ങൾ ക്രിസ്ത്യാനിക്കുണ്ടാവും, ജൂതനുണ്ടാവും, ഹിന്ദുവിനുണ്ടാവും, മുശ്രിക്കിനുണ്ടാവും, മുൽഹിദ് നിരീശ്വരവാദിക്കുണ്ടാവും. ആ ആനുകൂല്യം അള്ളാഹു താല നിർത്തിവെക്കൂല. അള്ളാഹു താല അങ്ങനെ ഈ നാടൻ ഭരണാധികാരിയല്ല. അള്ളാഹുവാണ്, അള്ളാഹു റബ്ബാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ കുരുത്തക്കേട് നോക്കിയിട്ട് ആവശ്യം മുടക്കുന്ന പ്രശ്നം അള്ളാഹ്ക്കില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ ഭൂമിക്കെങ്ങാനും അള്ളാഹു താല ഒരു കൊതുകിൻ്റെ ചിറകോളം, ജനാഹ ബഊല, ഒരു കൊതുകിൻ്റെ ചിറകോളം അള്ളാഹു താല ഈ ഭൂമിയുടെ വസ്തുക്കൾക്ക് വില നൽകുന്നുണ്ടായിരുന്നുവെങ്കിൽ മാ സഖാലിൽ കാഫിരി ശുർബത മാഇൻ, ഒരു കാഫിറിനൊരു തുള്ളി വെള്ളം അള്ളാഹു താല കുടിപ്പിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇവിടെ കാഫിർ സുഖമായി ജീവിക്കണം അള്ളാഹിൻ്റെ ഔദാര്യത്തിൽ. അതൊരു തടസ്സം അള്ളാഹു താല നടത്തുന്ന പ്രശ്നമില്ല ലോകാവസാനം വരെ. അവൻ ജൂതനാണെന്ന് കണക്കാക്കിയിട്ട് അവൻ്റെ ആവശ്യം അള്ളാഹ് മുടക്കിക്കളയില്ല. ക്രിസ്ത്യാനിയോ കണക്കാക്കിയിട്ട് അവൻ്റെ ആവശ്യം അള്ളാഹ് മുടക്കിക്കളയില്ല. ഹിന്ദുവാണെന്ന് കണക്കാക്കിയിട്ടും ഷിയാക്കാരനാന്ന് കണക്കാക്കിയിട്ട് ആവശ്യം മുടക്കുന്ന പ്രശ്നമില്ല. മോമിനാന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യം കൂട്ടുന്ന പ്രശ്നമില്ല. അങ്ങനെ മോമിനാന്ന് വെച്ചിട്ട് ദുനിയാവിൻ്റെ വസ്തുക്കൾ കൂട്ടിക്കൊടുക്കുന്ന പരിപാടി അതുമില്ല. മോമിനിങ്ങൾക്കുള്ള രീതി എന്താണ്? ലാവിഷായിട്ട് കാഫിര്യങ്ങൾക്ക് കൊടുക്കുക, മോമിനിങ്ങൾക്ക് റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹിൻ്റെ സുന്നത്ത്. മോമിനിങ്ങൾക്ക് റേഷൻ. അബൂജഹൽ ലാവിഷായി ജീവിക്കുകയാണ്. സ്വർണത്തിൻ്റെ കിണ്ണത്തിൽ വെള്ളിയുടെ കയ്യിലുകൊണ്ട് കഞ്ഞി കുടിക്കുകയാണ് അബൂജഹൽ. അഷ്റഫുൽ ഖൽക്ക് പട്ടിണി കിടന്നിട്ട് ജീവിക്കുകയാണ്. എന്താ അള്ളാഹിൻ്റെ ഖജറാവിൽ കുറഞ്ഞു പോയതുകൊണ്ടാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അബൂജഹലോട് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് നമ്മൾ വാദിക്കേണ്ടത്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികളെയും കൊണ്ട് ഈജിപ്തിലെ കടലോരങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കൂരകളിൽ ജീവിക്കുകയാണ്. ഇസ്രായേലിയർ മത്സ്യത്തൊഴിലാളികളാണ്, സയ്യാദീങ്ങളാണ്. ഇപ്പുറത്ത് ഫിറൗൻ്റെ ആൾക്കാരും സ്വർണത്തിൻ്റെ കിരീടത്തിലാണ് ജീവിക്കുന്നത്. ബംഗ്ലാവുകളിൽ സ്വർണത്തിൻ്റെ പാത്രങ്ങളിലാണ് ഭക്ഷണം കഴിച്ചിട്ട് സുഖസുഭിക്ഷമായി ജീവിക്കുന്നത്. എന്താ കാര്യം? അള്ളാഹ്ക്ക് മനസ്സിലാകാത്തതുകൊണ്ടോ? അതോ അള്ളാഹുവിൻ്റെ സുന്നത്ത് മാറിയതുകൊണ്ടോ? ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് സ്വീകരിച്ച രീതി ദുനിയാവിൻ്റെ കാര്യത്തിൽ ഫിറൗനോട് സ്വീകരിച്ച രീതി തൊട്ടുമുമ്പോട്ടുപോ. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട പ്രവാചകൻ. എവിടെയും സ്ഥിരമായി കഴിഞ്ഞുകൂടിയില്ല. എന്നും സഫർ, എവിടെ എത്തിയാലും പ്രശ്നം. ഇറാഖിൽ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നാട് വിടേണ്ടി വന്നത് സിറിയയിലേക്ക്. സിറിയയിൽ ജീവിക്കുന്ന സമയത്താണ് മക്ക മുക്കറമയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നത്. യാത്രയോട് യാത്ര. പോകുമ്പോഴെല്ലാം ഇബ്രാഹിം പറയുമായിരുന്നു കുടുംബത്തോട് പറയുമായിരുന്നു, ഇന്നി ദാഹിബു ഇലാ റബ്ബി, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഞാൻ പോവുകയാണ്. ഇന്നി ദാഹിബുൻ, ഞാൻ പോവുകയാണ്. ഇലാ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക്, എൻ്റെ റബ്ബ് വിളിക്കുന്നിടത്തേക്ക് ഞാൻ പോവും. സയഹ്ദീൻ, എനിക്ക് വഴി അവൻ കാണിച്ചു തരും. ഞാൻ വേറെ ഒന്നിനെ ആശ്രയിക്കുന്ന പ്രശ്നമില്ല. ഇതല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പുറത്ത് നമ്രൂദിൻ്റെ കുടുംബം സുഖസുഭിക്ഷമായിട്ട് ജീവിക്കുകയായിരുന്നില്ലേ? വാരിക്കോരി കൊടുത്തിരിക്കുകയല്ലേ അല്ലാഹു തആല. തൊട്ട് മുമ്പിലേക്ക് പോ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തേക്ക് പോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജോലി രാവും പകലും അള്ളാഹിനെയും പറഞ്ഞ് നടക്കൽ. അതേ അവസരത്തിൽ 5 ജാറങ്ങൾ, 5 ദർഗകൾ വെച്ചുകൊണ്ട് സുഖസുഭിക്ഷമായിട്ട് മൗലാനമാരും ഷെയ്ഖുനമാരും കുബേരന്മാരും ഭരണാധികാരികളും ജീവിക്കുകയായിരുന്നില്ല അന്ന് ഇറാഖിൽ. എന്തെങ്കിലും തലവേദനയും പ്രശ്നമുണ്ടോ അവർക്ക്?
ഇഷ്ടം പോലെ തിന്ന് ഇഷ്ടം പോലെ കുടിച്ച് സുഖിച്ച് സുഭിക്ഷമായി ജീവിക്കാതില്ലേ മൗലാനമാരും മുശൈഖന്മാരും? 5 ജാറങ്ങളെ വെച്ചുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരോരും ഇല്ലാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കേണ്ടി വന്നവർ റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും അള്ളാഹുവെ ഞാൻ ദഅവത്ത് ചെയ്തുകൊണ്ട് നടക്കുകയാണ്, നീ മാത്രം മാലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ദർഗയിലേക്ക് ഇനി പോകരുത്, നിങ്ങൾ ഈ ജാറുമായിട്ട് ബന്ധപ്പെടരുത്, അത് നിങ്ങൾക്ക് ഭയങ്കരമായ നാശം മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം, കെട്ടുകെടുത്ത ശിക്ഷ വരാൻ പോവുകയാണ് നിങ്ങൾക്ക്. ഇതും പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രിസിന്റെയും തീരത്ത് നടക്കുകയായിരുന്നില്ലേ? ആ സമയത്ത് മൗലാനമാരും ശൈഖുനമാരും സുഭിക്ഷമായി ജീവിക്കുകയായിരുന്നില്ലേ? അവസാനം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയതും അവർക്ക് നൽകിയതും ഇതൊക്കെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളുമായിട്ട് നാം ആദർശം ബന്ധിപ്പിക്കരുത്. ആദർശം എന്തിനു വേണ്ടിയുള്ളതാണ്? അനുഷ്ഠാനം എന്തിനു വേണ്ടിയുള്ളതാണ്? അനുഷ്ഠാനം ആദർശത്തെ നിലനിർത്തി കൊണ്ടുപോകാനുള്ളതാണ്. അത് ദുനിയാവിൽ ഇഷ്ടംപോലെ കച്ചവടത്തിൽ ലാഭം കിട്ടാനും അല്ലെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ളതല്ല. അല്ലാഹു തആല ഇബാദത്തിനെ വെച്ചിരിക്കുന്നത്, അഅ്മാലുകളെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഷഹാദത്തിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഊർജം എന്ന നിലക്കാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹ്റു റമളാനെ പരിചയപ്പെടുത്തി തന്നു. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. ഇതാണ് ആദ്യം പരിചയപ്പെടുത്തി തരുന്നത്. റമളാൻ മാസത്തിന്റെ പ്രത്യേകത പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് റമളാൻ മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണെന്നാ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വബയ്യിനാത്തിൻ മിനൽ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ, ആ ഷഹാദ ജീവിച്ച് തെളിയിക്കാനുള്ള വേർതിരിവുമായിട്ടാണ് ഖുർആൻ വന്നിരിക്കുന്നത്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലേക്ക് കടക്കുന്നത്. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും, ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. ഈ റമദാൻ മാസം ഹിജ്റ 2-ാം വർഷം മദീനത്തെത്തി. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനത്തെത്തി. അഷ്റഫുൽ ഖൽക്കിന്റെ 15-ാമത്തെ കൊല്ലം, നുബുവത്തിന്റെ 15-ാമത്തെ കൊല്ലം, 2-ാമത്തെ കൊല്ലം ഹിജ്റയുടെ പരിശുദ്ധമായ റമദാന്റെ നോമ്പ് നിർബന്ധമാകുന്നത് ആ മാസത്തിലാണ്. അതിനുശേഷം അഷ്റഫുൽ ഖൽക്ക് 9ഓളം, അഷ്റഫുൽ ഖൽക്ക് അതിനുശേഷം 9ഓളം റമദാൻ കഴിച്ചു പോയിട്ടുണ്ട്. ആ റമദാൻ മാസത്തില് ബദർ യുദ്ധം ആ റമദാൻ മാസവുമായിട്ട് ബന്ധിപ്പിച്ചതിന്റെ പിറകിൽ 15 കൊല്ലക്കാലമായി മുഹമ്മദുർ റസൂലുള്ള, ഞാൻ അള്ളാന്റെ റസൂലാണ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് ദഅവത്ത് ചെയ്ത് പ്രസംഗിച്ച് നടക്കുകയാണ് അഷ്റഫുൽ ഖൽക്കായ തങ്ങൾ. ആ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഷ്റഫുൽ ഖൽക്കിന്റെ മനസ്സിൽ എത്രത്തോളം അള്ളാഹു മാത്രമാണ് എന്നത് തെളിഞ്ഞിട്ടുണ്ട് എന്ന് അനുഭവത്തിലൂടെ പരീക്ഷിക്കാനാണ് അള്ളാഹു തആല ബദർ ഉണ്ടാക്കിയത്. അല്ലേ നാം ചർച്ച ചെയ്തത്? ആര് പറഞ്ഞു ബദർ യുദ്ധത്തിന് വേണ്ടിയാണ് എന്ന്? ബദർ യുദ്ധത്തിന് വേണ്ടിയാണെങ്കിൽ എന്തിനാണ് മലക്കുകൾ ഇറക്കിയത്? ബദർ യുദ്ധത്തിന് വേണ്ടിയാണെങ്കിൽ എന്തേ ആയുധമെടുക്കാൻ അള്ളാഹു പറഞ്ഞില്ല റസൂലുള്ളാഹി തങ്ങളോട്? സഹാബാക്കളെയും നബിതങ്ങളെയും നിരായുധരായിട്ട് ബദറിലെത്തിക്കുക. എന്നിട്ട് ആടെ എത്തിയപ്പോൾ യുദ്ധമുണ്ടെന്ന് അള്ളാഹ് പറയുക. എന്താ അഷ്റഫുൽ ഖൽക്കിനോടൊന്ന് വെറുപ്പുണ്ടോ അള്ളാഹു തആലക്ക്? സഹാബാക്കളോട് വല്ല വെറുപ്പുണ്ടോ അള്ളാഹു തആലക്ക്? എന്താണ് നിങ്ങളെ മേലെ വെച്ചിരിക്കുന്നത്? ബദറിനെ യുദ്ധമായി ചിത്രീകരിക്കുന്നവർ അള്ളാഹുവിനെ എന്തായിട്ടാണ് കാണുന്നത്? അള്ളാഹിന്റെ റസൂലും അള്ളയും തമ്മിലുള്ള ബന്ധം എന്തായിട്ടാണ് കാണുന്നത്? എന്തേ അള്ളാഹു തആല അറിയിച്ചില്ല അഷ്റഫുൽ ഖൽക്കിനെ യുദ്ധമുണ്ടാകും എന്ന കാര്യം? എന്തിനാ യാത്ര പുറപ്പെട്ട് വഴിക്ക് വെച്ച് അറിയിക്കാൻ കാരണം? എന്തിനാ അള്ളാഹു തആല ഒളിപ്പിച്ചു വെച്ചത്? പറഞ്ഞിരുന്നുവെങ്കിൽ ആയുധം കരുതുമായിരുന്നില്ലേ സഹാബാക്കൾ? ഒട്ടകങ്ങളെയും കുതിരകളെയും കരുതുമായിരുന്നില്ലേ സഹാബാക്കൾ? എന്തേ റസൂലുള്ളാഹി അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളെ അറിയിച്ചില്ല? റസൂലുള്ളാഹി തങ്ങളെ അടക്കം അല്ലാഹു തആലക്ക് പരീക്ഷിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ 15 കൊല്ലമായി മുഹമ്മദ് നബി ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പാഠമാണ്. കൂട്ടരെ, അല്ലാഹു തആല ബദറിനെയും ഹിജ്റയെയും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിപരമായ കാര്യമാക്കിയില്ല. അതേസമയത്ത് മേറാജ് വ്യക്തിപരമായ കാര്യമാണ്, റസൂലുള്ളാഹി തങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. ശരീഅത്തനുസരിച്ച് അമൽ ചെയ്യാൻ ഒന്നും വന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ബുറാഖ് എന്ന മൃഗത്തിന്റെ മേലെ കയറിയിട്ടല്ലേ അല്ലാഹു തആല ആകാശത്തിലേക്ക് അയച്ചത്. 2 മാസം യാത്ര ചെയ്യാൻ ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7 ആകാശങ്ങളിലേക്കും അതിൻ്റെ അപ്പുറത്ത് സിദ്റത്തുൽ മുന്തഹ, ജന്നത്തുൽ മഅ്വ, സിദ്റത്തുൽ മുന്തഹ വരെ യാത്ര ചെയ്ത് മിനിറ്റുകൾക്കകം നാട്ടിൽ തിരിച്ചെത്തിച്ചില്ലേ അല്ലാഹു സുബ്ഹാനഹു തആല അഷ്റഫുൽ ഖൽക്കിനെ? എന്തേ ബുറാഖ് എന്ന മൃഗത്തെ ഹിജ്റന്റെ സമയത്ത് കൊടുത്തില്ല അല്ലാഹ്? എന്താ അള്ളാഹിൻ്റെ ഒക്കെ ഗോഡൗണിൽ ഇപ്പം വാഹനങ്ങളൊന്നും ഇല്ലേ?
അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ ഇപ്പം ബുറാക്കിനെ സൃഷ്ടിക്കാൻ കഴിയില്ലേ? എന്താണ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കേണ്ടത്? അഷ്റഫുൽ ഖൽക്കിനെ ബുറാക്കിൻ്റെ പുറത്ത് കയറിയിട്ട് മിനിറ്റ് വെച്ചിട്ട് മദീനത്തെത്തിക്കാമായിരുന്നില്ല അള്ളാഹ്ക്ക്? എന്തിനാ 13 ദിവസം താണ്ടി 13 ദിവസം കഷ്ടപ്പെടുത്തി ഗുഹയിൽ 3 ദിവസം കൂടി സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ ഈ കൊലവിളിയും കേട്ട് എല്ലാം സഹിച്ച് കാലിന് നീര് വന്ന് കാല് പൊട്ടി പാറക്ക് കൊണ്ടിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിട്ടല്ലേ മദീനത്തെത്തുന്ന ഖുബായിലെത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതെ, ഖിയാമത്ത് നാൾ വരെ ദായികൾക്ക് അല്ലാഹു തആല ഉസൂൽ പഠിപ്പിക്കുകയായിരുന്നു. ദായികൾക്ക് ഉസൂൽ പഠിപ്പിക്കുകയായിരുന്നു. തൗഹീദിന്റെ വക്താക്കൾക്ക് ഉസൂൽ പഠിപ്പിക്കുകയായിരുന്നു. എന്താണെന്നറിയോ? നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് കീശിലിട്ട് നടന്നത് കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടൂല. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ വരും. ആ പരീക്ഷ ഷിയാക്കൾക്ക് ഉണ്ടാവില്ല, ആ പരീക്ഷ ജൂതനസറാക്കൾക്ക് ഉണ്ടാവില്ല, ആ പരീക്ഷ ഹിന്ദുക്കൾക്ക് ഉണ്ടാവില്ല. തൗഹീദിന്റെ രാജപാതയിൽ പ്രവേശിച്ച അന്ന് തുടങ്ങും പരീക്ഷ. എന്തിനാണ്? നിന്റെ ഷഹാദത്തിനെ അതിനെ രാഗി മുത്താക്കിക്കൊണ്ടിരിക്കാൻ. അല്ലെങ്കിൽ നീ തകരും, നീ പരാജയപ്പെടും. ഹസിബന്നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്ന. മനുഷ്യർ വിചാരിച്ചു പോയോ ഞങ്ങൾ മുഅ്മിനീങ്ങളായി, ഞങ്ങൾ കലിമ ചൊല്ലി, അതുകൊണ്ട് നിങ്ങളെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ? നിങ്ങൾ എങ്ങനെയാണോ വിചാരിച്ചു പോയത്? നിങ്ങളെ പൂർവികന്മാരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങളെയും നാം പരീക്ഷിക്കും. എത്രത്തോളം നിങ്ങൾ ഈ ഷഹാദത്ത് കലിമയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. അഥവാ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നിക്കണം ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഡിസ്മിസ് ചെയ്യും. ഇതൊന്നും കാഫിര്യങ്ങൾക്ക് പഠിക്കാനില്ല. ദുനിയാവിൽ അങ്ങനെ ഒരു സസ്പെൻഷനും ഡിസ്മിഷനൊന്നും കാഫിര്യങ്ങൾക്ക് പഠിക്കാനില്ല, ഷിയാക്കൾക്കും പഠിക്കാനില്ല. ഓൾറെഡി അല്ലാഹു തആല അവർക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. അവരെ പറ്റി തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി കൂടുതലൊന്നും കരയേണ്ട അവർക്ക് വേണ്ടി, കരയേണ്ടത് നമുക്ക് വേണ്ടിയാ, തൗഹീദിന്റെ വക്താക്കൾക്ക് വേണ്ടി, മുവഹിദുകൾക്ക് വേണ്ടി. ജീവിച്ചിരിക്കുന്ന വലിയുകളെയും മരിച്ചുപോയ വലിയുകളെയും ജീവിച്ചിരിക്കുന്ന ജിന്നുകളെയും വിട്ട് അള്ളാഹു മാത്രം മതി എന്ന രാജപാതയിലേക്ക് വന്നവരാണ് നാം. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അപകടം. ഏത് സമയത്തും സസ്പെൻഷൻ പ്രതീക്ഷിക്കാം, ഏത് സമയത്തും ഡിസ്മിഷൻ പ്രതീക്ഷിക്കാം, ഏത് സമയത്തും ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാവാം. ആർക്ക്? മുവഹിദുകൾക്ക്. മറ്റാർക്കും ഒന്നും പേടിക്കണ്ട, അവർ സുഖമായിട്ട് ജീവിക്കും. ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളും സമ്പത്തും പ്രതാപങ്ങളും കണ്ടിട്ടൊന്നും ആരും വഞ്ചിക്കപ്പെട്ടു പോകണ്ട. അവർ ചെയ്ത സൽക്കർമ്മത്തിന് പ്രതിഫലമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് പേർഷ്യ കീഴടങ്ങി. പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള സകല സാധനങ്ങളും മദീന മുനവ്വയിലെ പള്ളിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. സ്വർണ്ണ നിർമ്മിതമായ കിരീടം, മുത്തും മാണിക്യവും പതിച്ച കോട്ട്, അതേപോലെ തന്നെ വളകൾ, അതേപോലെ അയാളെ അരപ്പട്ട, മാണിക്യത്തിൻ്റെ അരപ്പട്ട. ഈ കിസ്ര ചക്രവർത്തിയുടെ സകലതും മദീനത്തെ പള്ളിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഏ അല്ലാഹ്, എന്തിനാണ് നീ എന്നെ പരീക്ഷിക്കുന്നത്? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ മുത്തു പോയി. നേരെ ചൊവ്വേ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ടല്ല പോയത്. അതിനുശേഷം ആ സാഹിബ് പോയി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ ചൊവ്വേ വസ്ത്രം ധരിച്ചിട്ടല്ല പോയത്. നീ എൻ്റെ മുമ്പിൽ ഈ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്ന എന്തിനാണ് അല്ലാഹുവേ? നീ എന്നെ കാക്കണം, നീ എന്നെ പരീക്ഷിക്കരുത്, ഇതൊന്നും എന്നെ പരീക്ഷണത്തിന് വസ്തുക്കാരുത്. അതിൽ നിന്ന് ഒരു കൊള്ളിക്കണ്ട് എടുത്തിട്ട് അങ്ങോട്ടിങ്ങോട്ട് ചിള്ളിയിട്ട് കിസ്ര ചക്രവർത്തിൻ്റെ വളയിങ്ങെടുത്തു. എവിടെ സുറാക്ക? സുറാക്ക അഷ്റഫുൽ ഖൽക്ക് അന്ന് വഅദ ചെയ്തതാണ്. വഴിയിൽ വെച്ച് അഷ്റഫുൽ ഖൽക്കിനെ കൊല്ലാൻ വേണ്ടി വന്ന കുതിരസവാരിക്കാരനോട്, ഒരു നാൾ കിസ്രയുടെയും കൈസറിൻ്റെയും അധികാരം എൻ്റെ കീഴിലേക്ക് വരും, അന്ന് കിസ്ര ചക്രവർത്തിയുടെ വള നിന്റെ കൈക്ക് ഞാൻ ഇട്ടു തരുമെന്ന് അന്ന് സുറാഖത്ത് ബിൻ മാലിക്കിനോട് പറഞ്ഞത് അള്ളാന്റെ റസൂല്. ആരാ സുറാഖത്ത് മാലിക് എന്നറിയോ? അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ 100 ഒട്ടകം തരാന്ന് അബൂജഹൽ പറഞ്ഞപ്പം കൊല്ലാൻ വേണ്ടി പോയതാ. ഹിജ്റ പോകുന്ന സമയത്ത് ആ സുറാഖയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കാലം എത്ര കഴിഞ്ഞു? ഹബീബ് വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് അതുപോലെ വഫാത്തായി. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് സുറാഖാനെ വിളിക്കുന്നത്. സുറാഖാക്ക് അന്ന് 80ഓളം വയസ്സുണ്ട്. അന്ന് കൊല്ലാൻ പോയത് വളരെ ചെറിയ പ്രായത്തിലാ. പിന്നീട് മക്കം ഫതഹിന്റെ സമയത്ത് ഇസ്ലാമിലേക്ക് വന്നു. മക്കം ഫതഹിന്റെ വലിയ വലിയ സംഭവങ്ങളാ. സുറാഖ കടലാസുമായിട്ടാ വന്നത്. അന്ന് കടലാസിൽ എഴുതി വാങ്ങിയിരുന്നു സുറാഖ അഷ്റഫുൽ ഖൽക്കിനോട്, വഴിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച്, എല്ലാ ആധിപത്യവും നിങ്ങൾക്ക് കിട്ടിയാൽ എനിക്ക് നിങ്ങൾ അഭയം തരണം, അത് എഴുതി തരണമെന്ന്. അന്ന് സുറാഖാക്ക് എഴുതി കൊടുത്തിരുന്ന അല്ലാഹുവിന്റെ റസൂല്, എനിക്ക് പൂർണ്ണമായും അഭയം എനിക്കുണ്ടാവുമെന്ന്. റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് മക്കം ഫത്ഹ് വരുന്നത്. സുറാഖ അഷ്റഫുൽ ഖൽക്കിനെ നോക്കിയിട്ട് വന്നു.
അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുറാഖാനെ മക്കം ഫത്തഹിന്റെ സമയത്ത് ബന്ദിയാക്കിയിട്ടുണ്ട്. സുറാഖ റസൂലുള്ളാഹി തങ്ങൾക്ക് കടലാസ് കാണിച്ചു കൊടുത്തു. ഈ എഴുത്തോല നിങ്ങൾ അന്ന് എഴുതി തന്നതാ, എനിക്ക് അഭയം തരുമെന്ന്, തീർച്ചയായിട്ടും എന്നെ ഉപദ്രവിക്കരുത്. അഷ്റഫുൽ ഹഖ് സഹാബാക്കളോട് പറഞ്ഞതാ, ഇയാളെ ഉപദ്രവിക്കരുത് കേട്ടോ, ഞാൻ കൊടുത്ത വായതയാണ്. അപ്പോഴാണ് സുറാഖ ഇസ്ലാമിലേക്ക് വരുന്നത്. ആ സുറാഖാനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നത്. സുറാഖ കയറി വന്നു. 80 വയസ്സുള്ള വയസ്സൻ കയറി ഇങ്ങനെ മണങ്ങും കുടുങ്ങിയിട്ട് വന്നു. എന്താ തങ്ങളെ, ഇതാ കയ്യിൽ നിന്ന് ഇട്ടെന്ന് പറഞ്ഞു. ആ വളയെടുത്തിട്ട് സുറാഖാന്റെ കയ്യിലിട്ട് കൊടുത്തു ഉമർ റളിയല്ലാഹു അൻഹു. അന്ന് ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി എനിക്ക് ഓഫർ ചെയ്തിട്ടില്ലേ ഈ വള നിന്റെ കൈ കിട്ടരുമെന്ന്. റാഹത്തായല്ലോ. കരഞ്ഞു. സഹബാക്കൾ മുഴുവനും കരഞ്ഞു. എല്ലാവരും തക്ബീർ ചൊല്ലി. എല്ലാവരും സുറാഖാനെ കൊണ്ടുപോയി കെട്ടിപ്പിടിച്ച് മുത്താൻ തുടങ്ങി. സുറാഖാനെ ആ വളയൂട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ തെരുവിലൂടെ നടത്തിച്ചു. എന്തിനെന്നറിയോ? ദുനിയാവിൻ്റെ അല്പത്തരം ഉമ്മത്തിന് ബോധിപ്പിച്ചു കൊടുക്കാൻ. അന്ന് ദുനിയാവുമായിട്ടാണ് നമ്മളടി. ആ ദുനിയാവിൻ്റെ പേരിലാണ് നമ്മളടി. ആദർശത്തിൻ്റെ പേരിലും ദുനിയാവിനടി, ദുനിയാവിൻ്റെ പേരിലും ദുനിയാവിലടി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടുത്ത പരീക്ഷണത്തിലായി. ഒന്നും തിരിയുന്നില്ല. അബൂജഹലിന്റെ പട്ടാളം വരുന്നുണ്ട്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടു. ഒന്നിച്ചുള്ളത് 360-313 വരുന്ന സഹാബാക്കളാണ്. ആകെയുള്ളത് 7 ഒട്ടകവും 2 കുതിരയുമാണ്. ഒരു രക്ഷയില്ല. ഒന്നും തിരിയുന്നില്ല റസൂലുള്ളാഹി തങ്ങൾക്ക്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് 2-ൽ 1 ഓഫർ. 1 രക്ഷപ്പെട്ടു. ഈ 2ാമത്തെ ഓഫർ അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യണം? ഒന്നും തിരുവാഴ് കിട്ടുന്നില്ല. ഉടൻ തന്നെ സഹാബാക്കളെ വിളിച്ചു കൂട്ടിയ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖിന് ഓർമ്മ വരുന്നത് പണ്ട് തായിഫിൽ പോയ കഥ. തായിഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തോട്ടത്തിൽ കയറി രക്ഷപ്പെട്ട കഥ. അന്ന് ഏറുകൊണ്ടിട്ട് അന്ന് രക്ഷപ്പെട്ട് ഏതോ തോട്ടത്തിൽ കയറിയിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന കഥ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഖുറൈശികളോട് അഭയത്തിന് വേണ്ടി ചോദിച്ച കഥ. ആരും അഭയം കൊടുക്കാതെ വന്നപ്പോൾ മുത്ഇം ഇബ്നു അദി അഭയം കൊടുത്തു അഷ്റഫുൽ ഖൽഖായ തങ്ങൾക്ക്. മുത്ഇം അന്ന് പ്രഖ്യാപിച്ചു, കഅബത്തിൽ വെച്ച് മുഹമ്മദിനെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല, മുഹമ്മദ് എൻ്റെ കസ്റ്റഡിയിലാണ്, എൻ്റെ സംരക്ഷണത്തിലാണ് അല്ലേ. അന്ന് ഖുറൈശി ഗോത്രക്കാരുടെ തലവന്മാരുടെ വീട്ടിൽ കയറി യാചിക്കുകയായിരുന്നു, ഹബീബായ മുത്ത് അഭയം തരുമോ, അഭയം തരുമോ എനിക്കും എൻ്റെ അനുയായികൾക്കും. നായിഫിലേക്ക് പോയി വരുമ്പോഴേക്ക് അഭയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മൂത്താപ്പ അബൂ താലിബ് മരിച്ചു, ഭാര്യ ഖദീജയും മരിച്ചു. ആരുമില്ല. അഭയം തേടാൻ വേണ്ടിയിട്ട് പല ഗോത്രക്കാരെയും സമീപിച്ചു ദഅവത്ത് ചെയ്യുന്നതിനോടൊപ്പം. എല്ലാവരും സുഹൈൽ ബിൻ അംർ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു തെറ്റൂല എന്ന്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന്. മുത്ഇം ഇബ്നു അദി പറഞ്ഞു, ശരി മുഹമ്മദ് എൻ്റെ സംരക്ഷണം തരാമെന്ന്. അങ്ങനെയല്ലേ അഷ്റഫുൽ ഖൽഖ് മുത്ഇം അദിന്റെ സംരക്ഷണത്തിലാണ് മക്കത്തന്ന് കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മദീനയിലേക്ക് പോവുകയും ചെയ്യുന്നത്. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കൊള്ളുക, ദായികളെ ഉലമാക്കളെ മനസ്സിലാക്കിക്കൊള്ളുക, അതേപോലെ തന്നെ തൗഹീദിൻ്റെ വക്താക്കൾ മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ സംസാരിക്കുന്നത് ഷിയാക്കളോടല്ല, ഞാൻ സംസാരിക്കുന്ന മതക്കാരോടല്ല, അവരെ കാര്യത്തിൽ അല്ലാഹ് തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് സലഫികളോടാണ്. നിങ്ങളുടെ കയ്യിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ധ്വജമുള്ളത്. കടുകടുത്ത പരീക്ഷണം ലോകത്തിന് വരുന്നത് നമ്മൾ കാരണത്താലാണ്. നമ്മൾ അല്ലാഹുവിന് കൊടുത്ത കരാർ ലംഘിച്ചതിന്റെ പ്രത്യാഘാതം അത് കാസർഗോഡ് മുതൽ ഫലസ്തീൻ വരെ 340 കോടി മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നത് ഞാനും നിങ്ങളും ലംഘിച്ച തൗഹീദിന്റെ ലംഘനമാണ്. നമ്മുടെ ഷഹാദത്തിന്റെ ലംഘനം, സലഫികളുടെ ലംഘനം, ഒരാളുടെ ലംഘനവുമല്ല അല്ലാഹു തആല സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയണം. അതിനാണ് റമളാൻ. അത്തിരിച്ചറിവിനാണ് റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 മാർക്കോടെ ജയിച്ചു. തായിഫിൽ എന്നെ സഹായിച്ച അല്ലാഹ്, മുത്ഇം ഇബ്നു അദിയുടെ സംരക്ഷണത്തിൽ മക്കത്ത് കഴിഞ്ഞുകൂടുന്ന സമയത്ത് എന്നെ സഹായിച്ച അല്ലാഹ്, മദീനയിലേക്കുള്ള ഹിജ്റയിൽ ഗാറു സൗറിൽ എന്നെ സഹായിച്ച അല്ലാഹ്, സുറാഖത്ത് ബിൻ മാലിക് കൊല്ലാൻ വന്നപ്പോൾ അയാളെ കുതിരയെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ അല്ലാഹ്, ഇല്ല എൻ്റെ അല്ലാഹ് എന്നെ കൈവിടുകയില്ല. തീർച്ചയായിട്ടും ഇത് എനിക്കൊരു പരീക്ഷണമാണ്. ഞാൻ തയ്യാറാണ് അല്ലാഹ്. ആയുധമില്ലാതെ, പട്ടാളമില്ലാതെ, പോലീസ് ഇല്ലാതെ, ഒന്നുമില്ലാതെ നിന്റെ കൽപ്പന അനുസരിച്ച് എന്ത് ചെയ്യണമോ ബദർ മണ്ണിനെ സാക്ഷിയാക്കിക്കൊണ്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി മുഹമ്മദുൻ റസൂലുള്ളാഹ്. റസൂലുള്ളാഹി തങ്ങൾ പരീക്ഷയിൽ 100 മാർക്കോടെ ജയിച്ചു. അടുത്തത് സഹാബാക്കളാണ്. 313 മുത്തുപോലത്തെ സഹാബാക്കൾ. മുഹാജിരീങ്ങൾ 240ഓളം പേര്, അൻസാരികൾ, മുഹാജിരീങ്ങൾ. അതേപോലെ തന്നെ എല്ലാവരും റസൂലുള്ളാഹിയോടൊപ്പമുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ആദ്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്.
അഷ്റഫുൽ ഖൽക്ക് അവരുമായിട്ട് ഷൂറ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട്, നമ്മൾ അബൂജഹലുമായിട്ട് നേരിടണമെന്ന്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. ഹബീബായ തങ്ങൾ സഹാബാക്കളോട്, നിരായുധരായ സഹാബാക്കളോട് നിങ്ങൾ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു? ഒരു കൂട്ടക്കാർ പറഞ്ഞു നമ്മൾ അതിന് വന്നതല്ലല്ലോ നബിയെ, അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, നമ്മൾ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് തിരിച്ചു പോകാം. ഹബീബായത്തിൻ്റെ മനസ്സിന് വിഷമം വന്നു. കാരണം ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയാണ് പരാജയപ്പെടാൻ പോകുന്നത്. സഹാബാക്കളെ സംബന്ധിച്ചോളം മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദയാണ് പരാജയപ്പെടാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ധൈര്യമായിട്ട് തീരുമാനം എടുക്കി, ഞങ്ങൾ റെഡിയാണ്. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സിന് സന്തോഷമായി, തീരുമാനമായി. ആ തീരുമാനത്തിൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിൽ 100 മാർക്കോടെ ജയിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദയിൽ 100 മാർക്കോടെ ജയിച്ചു. നാം ജയിച്ചു എന്ന് പറയുന്നത് അസ്ബാബുകളെ മുന്നിൽ കണ്ടുകൊണ്ടല്ല അവർ ബദറിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്, അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതേപോലെ തന്നെ മരിച്ചുപോയ വലിയുകളെ കണ്ടിട്ടുമല്ല, ജീവിച്ചിരിക്കുന്ന ജിന്നുകളെ കണ്ടിട്ടുമല്ല, ആകാശത്തിലുള്ള മലക്കുകളെ കണ്ടിട്ടുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല വിജയിപ്പിച്ചു. അവരെ മനസ്സിന് അല്ലാഹു തആല മാർക്കിട്ട് കൊടുത്തു. 124 കാരറ്റ്. അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു, ഓ മുഹമ്മദ് നബിയെ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമുദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. വിഷമിക്കേണ്ട, ഞാൻ മലക്കളെ അയക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അവരെന്താണ് ചെയ്യേണ്ടത് വന്നിട്ട് ചെയ്തോളും, പ്രയാസപ്പെടേണ്ടായ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതേ കൂട്ടരെയല്ലേ വെട്ടിയത്തെ കൊല്ലം ബദർ ഉഹദിലേക്ക് കൊണ്ടുവന്നത് അല്ലാഹു തആല. ഉഹദ് യുദ്ധക്കളം അതിനു വേണ്ടിയിട്ടായിരുന്നില്ലേ? അനുകൂലമല്ലാത്ത അസ്ബാബുകളുടെ സാഹചര്യമില്ലാത്ത വെറും ശൂന്യതയിൽ നിന്ന് ജയിച്ചടക്കിയ ബദരീങ്ങൾക്ക് എല്ലാറ്റിൻ്റെയും സൗകര്യമുള്ളപ്പോൾ മനസ്സിന് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്നറിയണം. അതിനു വേണ്ടിയിട്ട് അല്ലാഹു തആല ഉണ്ടാക്കിയതല്ലേ ഉഹദ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 3000-ഓളം വരുന്ന സൈന്യങ്ങളെ സംഘടിപ്പിച്ച് ബദർ യുദ്ധത്തിൽ അവരുടെയൊക്കെ കുടുംബക്കാരെ ക്രൂരമായി വധിച്ച്, വളരെ സുന്ദരമായി വധിച്ച്, കുഫറിന്റെ കൊട്ടയിൽ, ചവറ്റുകൊട്ടയിൽ, പൊട്ടക്കിണറിൽ കൊണ്ടുപോയിട്ട് ആ വികാരം ചൂടോടെ നിർത്തുകയായിരുന്നു അബൂ സുഫിയാനും പാർട്ടിയും. അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ അമ്മോച്ചനാണ് മരിച്ച കൂട്ടത്തിലൊന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദിന്റെ ബാപ്പയാണ് മരിച്ച കൂട്ടത്തിലൊന്ന്. അതേപോലെ ഇക്രിമത്തിന്റെ ബാപ്പ അബൂജഹലാണ് മരിച്ച കൂട്ടത്തിലൊന്ന്. ഈ മരിച്ചവരുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ടവരെ സംഘടിപ്പിച്ചവർക്ക് നേതൃത്വം കൊടുത്തിട്ടാണ് അബൂ സുഫിയാൻ 3000-ഓളം വരുന്ന സൈന്യവുമായിട്ട് മദീനയിലേക്ക് പുറപ്പെട്ടത്. വിവരം അഷ്റഫുൽ ഖൽഖ് അറിഞ്ഞു. മസ്ജിദുൻ നബവിയിൽ യോഗം കൂടി. ഖുറൈശിക്കൂട്ടം യുദ്ധത്തിനൊരുങ്ങി വരുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട സഹാബാക്കൾ സന്തോഷത്തോടുകൂടിയാണ് മറുപടി. എന്തിനു പേടിക്കണം നബിയെ? നമ്മുടെ നാടല്ലേ ഈ മദീന. ഖുറൈശികൾ മക്കത്തുനിന്ന് വരണ്ടേ? മദീനക്കാരായ നമുക്കല്ലേ ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയുക. അതിനനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം. ബഹുമാനപ്പെട്ട റസൂലുള്ള ഒരു കൊല്ലത്തോളമായി മദീന മുനവ്വറയിലെ പള്ളിയിൽ പട്ടാള ക്യാമ്പ്, പട്ടാളത്തിന് വേണ്ട പരിശീലനം നടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് അതിന് വേണ്ടിയുള്ള ആവേശം കൊടുക്കുകയാണ്. കൃത്യസമയം റസൂലുള്ളാഹി തങ്ങളെല്ലാവരെയും ഒപ്പിച്ചു നിർത്തി. ഹബീബ് വീട്ടിലേക്ക് കയറിപ്പോയി. അബൂബക്കർ സിദ്ദീഖും അലിയും ഒന്നിച്ചുണ്ട്. ഹബീബിനെ കൊണ്ട് വസ്ത്രം മാറ്റിപ്പിച്ചു. ഹബീബായ തങ്ങൾ 2 പടയങ്കിയാണ് ഇട്ടത്. എന്നിട്ട് പുറത്തേക്ക് വന്നു സഹാബാക്കൾക്കിടയിലേക്ക്. സഹാബാക്കൾ പറഞ്ഞു, തങ്ങൾ വരണ്ട, ഞങ്ങൾ പോയിക്കോളാം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, പടയങ്കി അണിഞ്ഞതിന് ശേഷം ഒരു പ്രവാചകനും ഭൂഷണമല്ല, രണ്ടാലൊരു തീരുമാനം വരുന്നത് വരെ പടയങ്കി അഴിച്ചു വെക്കാൻ തീരുമാനമില്ല. പ്രവാചകന്മാർക്ക് യോജിപ്പുള്ള കാര്യമല്ല അത്, അതുകൊണ്ട് ഞാൻ തന്നെ വരും. അങ്ങനെ എത്തിയത് രണാങ്കണത്തിൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളാണ് ആവേശം. പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആവേശം, മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് ആവേശം. ഒപ്പം അല്ലാഹു അനുവദിച്ചു തന്ന അസ്ബാബുകളുമാണ് ആവേശം. തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ബദറിൽ 3ാമത് പറഞ്ഞ കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ബദറിന്റെ ആവേശം, മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് ബദറിന്റെ ആവേശം. വല്ലാഹി അസ്ബാബിൽ ഒന്നും ആവേശത്തിന് അവരെ കയ്യിലില്ല. ഉഹദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആവേശം, മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് ആവേശം. അസ്ബാബുകളുമാണ് ആവേശം, ആയുധവുമാണ് ആവേശം, സൈന്യവുമാണ് ആവേശം, ആരോഗ്യവുമാണ് ആവേശം. ബദർ പോലെയല്ല.
കുടിക്കാൻ വെള്ളം ഇഷ്ടം പോലെ, കഴിക്കാൻ ഭക്ഷണം ഇഷ്ടം പോലെ, ആവേശത്തോടാവേശം. തയ്യാറാണ് നബിയെ. ഫസ്റ്റ് റൗണ്ട് 100 മാർക്കോടെ ജയിച്ചു റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹദ് യുദ്ധം നടപ്പിലാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ശത്രുക്കളെ നശിപ്പിക്കാനോ മറ്റാരെങ്കിലും കൊല്ലാനോ അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിക യുദ്ധത്തിലില്ല. അത് രാഷ്ട്രീയക്കട യുദ്ധമാണ്. ഇസ്ലാമിക സമൂഹത്തിൽ അങ്ങനെ ആരെങ്കിലും കൊല്ലൽ യുദ്ധമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ തെളിയിക്കാനുള്ള യുദ്ധം, മുഹമ്മദുർ റസൂലുള്ളാഹിയെ തെളിയിക്കാനുള്ള യുദ്ധം. അഷ്റഫുൽ ഖൽഖ് വളരെ സമർത്ഥമായി അക്കൂട്ടത്തിൽ നിന്ന് 50 പേരെ തൊട്ടടുത്തുള്ള ജബലുർ റുമാദി എന്ന മലയുടെ മുകളിൽ നിർത്തിയിരുന്നു. ആ മലയുടെ മുകളിൽ അവരെ ജോലി അമ്പയ്യലാണ്. അങ്ങന്ന് ഗറില്ലാതെ യുദ്ധങ്ങൾക്ക് പട്ടാളം എങ്ങാനും അങ്ങന്ന് വരുന്നുണ്ടെങ്കിൽ, തെക്കുഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യലായിരുന്നു അവരെ ജോലി. അവരാ കുന്നിൻ പുറത്തുണ്ട്. ഇപ്പുറം ഘോര യുദ്ധം. സംഗതിയെല്ലാം തകിടുപൊടിയായി ശത്രുക്കളെല്ലാം ഇട്ടിട്ട് ഓടാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 100 മാർക്കോടെ നബിയും സഹാബത്തും ജയിച്ചു. ആ വിജയത്തിൻ്റെ സന്തോഷം മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. വേണ്ട, വിജയത്തിൻ്റെ സന്തോഷം നാളെ ആഖിറത്തിൽ അനുഭവിക്കാനുള്ളതാണ്, സ്വർഗത്തിൽ. മുഅ്മിനീങ്ങളുടെ വിജയത്തിൻ്റെ സന്തോഷം ദുനിയാവിൽ അനുഭവിക്കാനുള്ളതല്ല. ആ സന്തോഷം വേറൊരു പരീക്ഷണത്തിന് കാരണമായേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹാബാക്കളെല്ലാം അവരിട്ടേച്ചു പോയ ഗനീമത്ത് അംഫാലുകൾ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടുകൂടി കഴിയുന്ന സഹാബാക്കൾ മലന്റെ മുകളിലുള്ള 50 പേര് സ്വയം തീരുമാനമെടുത്തു, സ്വയം ചർച്ച ചെയ്തു, മശൂറ ചെയ്തു. ആവശ്യം പൂർത്തിയായ പിന്നെ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് പൊട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ. രണ്ടാമത്തെ ഷഹാദയിൽ വിള്ളലുകൾ വന്നു ആ 50 സഹാബാക്കളുടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് നിൽക്കാൻ പറഞ്ഞിടത്ത് നിൽക്കുക. എന്ത് സംഭവിച്ചാലും അഷ്റഫുൽ ഖൽഖ് തിരിച്ചു വിളിക്കാതെ ഇറങ്ങാൻ പറ്റുകയില്ല. അപ്പം മറുകൂട്ടക്കാർ ഹവാ റസൂലുള്ളാഹിക്കാർ വന്നു, സ്വന്തം തീരുമാനക്കാർ. അവർ പറഞ്ഞു, ആവശ്യം തീർന്നല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഇറങ്ങുന്നതിന് കുഴപ്പം? ഇവിടെ ആവശ്യം തീർന്നോ ഇല്ലയോ എന്നുള്ള എല്ലാ വിഷയം മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്താണ് വിഷയം. ആ സഹാബാക്കളിൽ ചിലർ 2ാം ഷഹാദത്തിനെ ലംഘിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കുള്ള സഹായം പിൻവലിച്ചു. ഓടിപ്പോയ ഖുറൈശികളുടെ മനസ്സിൽ ധൈര്യം ഇട്ട് കൊടുത്തു, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ പേടിയിട്ട് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് സഹായിക്കാമെന്ന ഓഫർ പിൻവലിച്ചു. ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ അബൂ സുഫിയാന്റെ പട വടക്കേ മൂലയിലൂടെ ഉള്ളിലേക്ക് കടന്നു വന്നു, പിറകിലൂടെ ആക്രമിച്ചു, തുരുതുരാ വെട്ടി. ഓടി, സഹാബാക്കളെല്ലാം ഇട്ടിട്ടോടി, എല്ലാവരും ഓടി. അഷ്റഫുൽ ഖൽഖിന് ഓടാൻ പറ്റുകയില്ല. അഷ്റഫുൽ ഖൽഖ് പ്രവാചകനാണ്. ഒരുമിച്ച് 10-12 ആള് റസൂലുള്ളാഹി തങ്ങളെ വലയം ചെയ്തവർക്കും കിട്ടി അമ്പെയ്ത്ത്. അഷ്റഫുൽ ഖൽഖിനെ അവർ വാരിയെടുത്ത് ഉഹദ് മലയുടെ പാറയുടെ ഇടയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. അവിടത്തേക്കും വന്ന അമ്പേർ അഷ്റഫുൽ ഖൽഖ് ഒരു കുഴിയിലേക്ക് മറിഞ്ഞു വീണു. ഹബീബിന്റെ നടുകൊടിഞ്ഞു. അഷ്റഫുൽ ഖൽഖിന്റെ ഒരു കുന്തം അഷ്റഫുൽ ഖൽഖിന്റെ കവളത്ത് കൊണ്ട് മുറിഞ്ഞു. ചോരയൊഴുകാൻ തുടങ്ങി. ഹബീബിന്റെ പല്ല് പൊട്ടി. എല്ലാം മൊത്തത്തിൽ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിട്ടു. കാരണം എന്താണ്? മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് കുറച്ച് ആൾക്കാർ ലംഘിച്ചപ്പോൾ ദുനിയാവിലായിരിക്കും മുഅ്മിനീങ്ങളുടെ സ്ഥിതി എന്ന് ലോകത്തെ പഠിപ്പിച്ചു അല്ലാഹു തആല ഉഹദിലൂടെ. അതല്ലേ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത്? എന്താ ലോകത്തുള്ള പ്രശ്നം വെറും രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാത്രം കാണുന്നത്? ഇവിടെയാണ് സലഫികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് നാം പറയുന്നത്, മുവഹിദുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് നാം പറയുന്നത്. ലോകത്തുള്ള 1100 കോടി മനുഷ്യനോട് വല്ല കൃപയുമുണ്ടെങ്കിൽ ഭൂലോകത്തുള്ള സലഫികൾ 2% മാത്രം വരുന്ന സലഫികൾ ജാഗ്രതയോടെ മെനക്കെട്ടോളണം. ഒരു 10% ആക്കാൻ നിങ്ങൾ മെനക്കെട്ടോളണം. എന്നിട്ട് ആകാശത്തിന്റെ നടപടിക്രമത്തെ അനുകൂലമാക്കിയോളം. ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന പതിറ്റാണ്ടുകൾ മുസ്ലിമീങ്ങളുടെ നാശത്തിന്റെയും ദുരിതത്തിന്റെയും പതിറ്റാണ്ടുകളാണ്. അതിന് ഉത്തരവാദി സലഫികളായിരിക്കും. കാരണം അവരുടെ കയ്യിലാണ് ആയുധമുള്ളത്. ആകാശത്തിന്റെ കവാടം തുറക്കാനുള്ള ആയുധം സലഫികളുടെ കയ്യിലാണുള്ളത്. ആകാശത്തിന് സ്വാതന്ത്ര്യക്കാനുള്ള ആയുധം സലഫികളുടെ കയ്യിലാണുള്ളത്. വല്ലാഹി ഷിയാക്കളടക്കമുള്ള മതക്കാരുടെ കയ്യിൽ ആകാശവുമായി ബന്ധപ്പെടാൻ സംവിധാനങ്ങളില്ല. അവർ മുഴുവനും ദുനിയാവിന്റെ വസ്തുക്കളുടെ മഫാത്തിഹുകൾ. കാറൂനെ പറ്റി പറഞ്ഞതുപോലെ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ, ശക്തന്മാരായ ഒരു കൂട്ടം ഒട്ടകങ്ങൾക്ക് താങ്ങാൻ മാത്രം. ആ കാറൂൻ സൂക്ഷിച്ച സ്വർണം സൂക്ഷിച്ച അലമാരകൾ പൂട്ടാനുള്ള താക്കോലുകൾ വഹിക്കുന്നത് ഒട്ടക കൂട്ടങ്ങളാണെന്ന് ഖുർആൻ. അതാണ് മതക്കാരോടുള്ള അള്ളാഹുവിന്റെ നയം. സലഫികളോട് ഒരിക്കലും അള്ളാഹു അത് ചെയ്യില്ല.
സലഫികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല റേഷൻ നൽകി അവരെ നിലനിർത്തും. കാരണം അവരാണ് ഈ ഭൂമിയിലെ ജനങ്ങളുടെ സുരക്ഷ. അതുകൊണ്ട് കരുതിയിരിക്കുക. എൻ്റെ നഫ്സോടും ഇരിക്കുന്ന നിങ്ങളോടും സലഫിയത്ത് മനസ്സിൽ ഭാഗികമായിട്ടെങ്കിലും ഉള്ളവരോടും ഞാൻ വളരെ കൃത്യമായി എൻ്റെ നഫ്സോടും നിങ്ങളോടും ഉപദേശിക്കട്ടെ, വസിയത്ത് ചെയ്യട്ടെ. പരിശുദ്ധ റമദാൻ തീരാൻ പോകുകയാണ്. വരാനിരിക്കുന്ന നാളുകൾ നമ്മുടെ തൗഹീദ് എത്രത്തോളം പരിശുദ്ധ റമദാനിൻ്റെ സാക്ഷിയായിട്ടുണ്ട് അല്ലാഹുവിൻ്റെ ദർബാറിൽ നിന്ന് തെളിയിക്കാനുള്ളതാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഓരോ വ്യക്തികളും, പ്രത്യേകിച്ച് തലപ്പത്തിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഉലമാക്കൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തുകൊള്ളുക എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ വിട പറയുകയാണ്. റമദാൻ 29 മാസം കണ്ടാൽ പിറ്റേന്ന് പെരുന്നാളായിരിക്കും. മാസം കണ്ടിട്ടില്ലെങ്കിൽ പിറ്റേന്ന് 30ാമത്തെ നോമ്പായിരിക്കും. പിറ്റേത്തെ ദിവസം പെരുന്നാളുമായിരിക്കും. ഇതാണ് ഈ വിഷയത്തിൽ മുഅ്മിനീങ്ങളെ അറിയിക്കാനുള്ളത്. കാണേണ്ടതാര്, കാണിക്കേണ്ടതാര്, അതിലൊന്നും നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ല. അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരോടും അള്ളാഹുമായിട്ടാവും. വകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തം എന്താണോ ആ ഉത്തരവാദിത്തം അനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുബാറക്കായ മാസങ്ങളിൽ അവസാനത്തെ ദിവസങ്ങളായിരുന്നു. മുഅ്മിനീങ്ങൾ ബലഹീനതയുള്ളവരാണ്, വയസ്സുള്ളവരാണ്, രോഗികളാണ്, ദുനിയാവിൻ്റെ ഭാരമുള്ളവരാണ്. എന്നാലും ഇശാനിസ്കാരം നിർവഹിച്ച് അള്ളാഹു ആകാശത്തിൽ ഇറങ്ങുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കും ദിക്ർ തസ്ബീഹാത്തുകളുമായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലുല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിൽ ഇറങ്ങും. രാത്രി 2 കഴിഞ്ഞാൽ നമ്മളെ കണക്കനുസരിച്ച് 2 മണിയാവുമ്പോൾ അതുവരെ മുഅ്മിനീങ്ങൾ അല്ലാഹുവിൻ്റെ പള്ളികളിൽ ഇങ്ങനെ കഴിച്ചുകൂടും, കരച്ചിലും ദുആവുമായിട്ട്, ഖുർആൻ പാരായണവും ദിക്റുമായിട്ട്. അതിനിടയിൽ നിസ്കാരം നിർത്തപ്പെടും. അതിനിടയിൽ നിസ്കാരം നിർവഹിക്കും. നിസ്കാരത്തിൻ്റെ ഇടയിലും സുജൂദുകളിലും അതുപോലെ സത്യങ്ങളുമായിട്ട് ദുആ ചെയ്യും. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകും. ഞങ്ങളുടെ കൂട്ടത്തിൽ പൊറുക്കാൻ ചോദിക്കുന്നവരില്ലേ? അലാ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറുല. ഉണ്ട് അല്ലാഹുവേ, ഞങ്ങൾ നിൻ്റെ പള്ളിയിലാണ്. ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, രോഗികളാണ്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും അവസാനത്തെ 10 റമദാനിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഇറങ്ങി വരുന്ന പോലെ നീ ഇന്നും ഇറങ്ങി വരുമല്ലോ. എല്ലാ ദിവസവും എനിക്ക് സാധിക്കാറില്ല. ഈ റമദാൻ മാസത്തിൻ്റെ അവസാനം ലൈലത്തുൽ ഖദ്റും കൂടി ഉണ്ടല്ലോ, അതും കൂടി നീ പ്രഖ്യാപിക്കുമല്ലോ. ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിലാണ് അല്ലാഹുവേ. എനിക്ക് ഇന്ന് ആവശ്യങ്ങളുണ്ട്. അടുത്തൊരു വർഷത്തേക്ക് നിൻ്റെ തീരുമാനം നടക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനം എനിക്ക് അനുകൂലമാക്കണേ അല്ലാ. കരഞ്ഞ് അല്ലാഹുവിനോട് അടുത്ത അടിമകൾ. നേരം പുലരുന്നത് വരെ, ഇതുവരെ ഹത്താ മത്തില ഇൽ ഫജ്ർ. ഏതുവരെയാണ് ഇതിൻ്റെ സമയം? സലാമുൻ ഹിയ ഹത്താ മത്തില ഇൽ ഫജ്ർ. ഫജ്ർ വെളിവാകുന്നത് വരെ, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ. സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതോട് മലക്കുകൾ അവർ റെക്കോർഡുകളൊക്കെ പൂട്ടി അള്ളാഹുവിലേക്ക് പോകും. അല്ലാഹു തആല അർശിൻ്റെ ലോകത്തുനിന്ന് ചോദിക്കും, കൈഫ തറക്തും ഇബാദി യസ്നഊൻ. എൻ്റെ അടിമകൾ നിങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹ്, അവർ ക്ഷീണവും ഉറക്കമുള്ളവരായിരുന്നു. പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ നിൻ്റെ പള്ളികളിലും വീടുകളിലുമാണ്. അല്ലാഹുവേ, അവർ ആവശ്യങ്ങളുള്ളവരായിരുന്നു. ആ ആവശ്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ നിൻ്റെ മുമ്പിലാണ്. അല്ലാഹ്, അവർ അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്? അല്ലാഹ്, സ്വർഗത്തിനാണ് അവർ ചോദിക്കുന്നത്. സ്വർഗം അവർ കണ്ടിരുന്നോ? ഇല്ല. കണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 360 ദിവസം അവരെ ജോലി അത് തന്നെയായിരിക്കും അല്ലാഹുവേ. പിന്നെന്താണ് അവർ ചോദിക്കുന്നത്? യതഗവ്വദൂനക മിനന്നാർ. നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നു. നരകം അവർ കണ്ടിരുന്നോ? ഇല്ല. കണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പേടിച്ചിട്ട് 360 ദിവസം അവരെ ജോലി ആ നരകത്തെ പേടിച്ച് കരഞ്ഞിരിക്കലായിരിക്കും. എങ്കിൽ മലക്കുകളെ, ഇന്നി ഉശ്ഹിദുക്കും യാ മലായിക്കത്തി. ഓ മലക്കുകളെ, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തുന്നു. എൻ്റെ ആ അടിമകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ബദ്ദൽതു സയ്യിആതിഹിം ഹസനാത്ത്. ഈ കഴിഞ്ഞ 11 മാസം അവർ ചെയ്ത തിന്മകൾ, അതിന് പകരം നന്മകൾ എഴുതാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. അവരെ ഞാൻ ഏറ്റിരിക്കുന്നു. അത്തരത്തിൽ സൗഭാഗ്യവന്മാരായൊരു ന്യൂനപക്ഷം ഈ പരിശുദ്ധ റമദാനോട് യാത്ര പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അവർക്ക് ചില്ലറയായിരിക്കുകയില്ല. അവരുടെ പ്രയാസം ചില്ലറയായിരിക്കുകയില്ല.
സാദാസീദാ രീതിയിൽ 11 മാസം എങ്ങനെയാണോ അങ്ങനെ തന്നെ റമദാനെ കഴിച്ചു കൂട്ടിയവർക്ക് എന്ത് നിരാശ, എന്ത് വിഷമം, എന്ത് പ്രയാസം. അധ്വാനിക്കുന്നവർക്കല്ലേ അധ്വാനത്തിൻ്റെ വിലയറിയുകയുള്ളൂ. അധ്വാനിക്കാത്തവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായം പറയല്ലാതെ വേറെ എന്താണത്? അതുകൊണ്ട് എൻ്റെ മുനിമുനിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്നിവിടെ റമദാൻ അവസാനത്തെ വെള്ളിയാഴ്ച, രണ്ടോ മൂന്നോ ദിവസമാണ് ഇനി ബാക്കി. അതുകൊണ്ട് നല്ല ധൈര്യത്തോടു കൂടി തന്നെ അടുത്ത 11 മാസത്തേക്ക് ഒരുങ്ങുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ ബോധിപ്പിച്ച ആവേശത്തോടെ, മുഹമ്മദുർ റസൂലുള്ളാഹിൻ്റെ ഷഹാദ ബോധിപ്പിച്ച ആവേശത്തോടെ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോകണം. അഷ്റഫുൽ ഹൽക്കിൻ്റെ നാട്ടിലേക്കൊന്ന് പോകണം. ഒരുപാട് പരാതിയും നോവുകളും അവിടെ സമർപ്പിക്കാനുണ്ട്. കുറച്ച് ഇടവേളകൾക്ക് ശേഷം, ചില ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം അള്ളാഹു ഈ മിമ്പറിൻ്റെ മാലിക്കായ അള്ളാഹ്, ഈ മെഹ്റാബിൻ്റെ മാലിക്കായ അള്ളാഹ് അനുവദിച്ചു തരികയാണെങ്കിൽ നമുക്കിനിയും ആ ഷഹാദത്തിൻ്റെ രാജപാതയിൽ മുന്നോട്ട് പോകാം. അള്ളാഹു താല നമുക്കെല്ലാ അവസ്ഥകളും പൂർത്തിയാക്കി തരികയും നമ്മുടെ ബലഹീനതകൾ പരിഹരിച്ചു തരികയും, വേണ്ടപ്പെട്ടവർക്കെല്ലാം നാം ഓർക്കാതിരിക്കുന്നില്ല. നമുക്ക് തൗഹീദിൻ്റെ ശബ്ദം എത്തിച്ചു തന്നവർ, 100 കൊല്ലത്തിനിപ്പുറത്തായിട്ട് നാം തൗഹീദ് മനസ്സിലാക്കിയവർ, തൗഹീദിൻ്റെ ശബ്ദം ആരിൽ നിന്ന് കേട്ടോ അവർ പലരുണ്ടാകും. നമുക്ക് പരിചയമുള്ളവർ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മൗലവി മരിച്ചു, അദ്ദേഹത്തിന് അള്ളാഹു നല്ല കൂലി കൊടുക്കട്ടെ. പിന്നെ ജീവിച്ചിരിക്കുന്നവർ ഒരുപാട് ആൾക്കാർ, ഹനീഫ മൗലവി, അതേപോലെ തന്നെ അനസ് മൗലവി, സക്കരിയ സാഹിബ്, അവർ വലിയ അതൊന്നും നമ്മളെ സംബന്ധിച്ചുള്ള വിഷയമല്ല. ഈ തൗഹീദിൻ്റെ പരിശുദ്ധമായ പ്രകാശമണി അവരെ നാവിൽ നിന്ന് കിട്ടിയിട്ടാണ് നാം ഈ രാജപാതയിലേക്ക് എത്തിയത്. പിന്നെന്താ ഇന്ന് നമ്മൾക്ക് വിഷയമാക്കുന്നേ ഇല്ല. ഇവിടെ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നാം അള്ളാഹുവിനോട് ശുക്ർ പറയുകയാണ്. അള്ളാഹ്, അവരെയൊക്കെ നീ പുറത്തു കൊടുക്കണം. അവരിൽ നിന്ന് വന്ന അപാകതകളൊക്കെ നീ മാപ്പാക്കി കൊടുക്കണം. തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കണം. ഒരു വേല ഒരുമിച്ചുകൂടി വീണ്ടും ഈ ജിഹാദി മൈതാനത്ത്, ഈ തൗഹീദി മൈതാനത്ത് പുതിയ നൂറ്റാണ്ടിൻ്റെ ഉമ്മത്തിനെ അഭിമുഖീകരിക്കാനുള്ള അവസരം നീ നിൻ്റെ ദർബാറിൽ നിന്നുണ്ടാക്കിത്തരണേ അല്ലാഹ്. അലാ വ ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല അമറനാ വ അംറകും ബിസ്സലാത്തി അലാ നബീഹി അംറ വഖാല മുഖ്ബിറൻ വ ആമിറ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതേപോലെ തന്നെ 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം. അതേ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൻ്റെ പൂർത്തീകരണം ഫിത്ർ സക്കാത്തിലും കൂടിയാണ്, അതിൻ്റെ ശുദ്ധീകരണം ഫിത്ർ സക്കാത്തിലും കൂടിയാണ്. 2.5 കിലോ അരിയാണ് ഒരാൾക്ക് നിശ്ചയിച്ചത്. 150 രൂപ ഈ സംഘാടകൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സക്കാത്ത് കൊടുക്കേണ്ട രീതി ഇമ്മാ ബി സുൽത്താനിഹി, ബൈഅത്ത് ചെയ്യപ്പെട്ട ഭരണാധികാരി ഉണ്ടെങ്കിൽ മൂപ്പരെയാണ് ഏൽപ്പിക്കേണ്ടത്. വ ഇമ്മാ ബി വക്കീലിഹി, ഏതെങ്കിലും വക്കീലിനെ ഏതെങ്കിലും സ്വന്തമായി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയാണ് ഏൽപ്പിക്കേണ്ടത്. വ ഇമ്മാ ബി നഫ്സിഹി, അല്ലെങ്കിൽ സ്വന്തമാണ് കൊടുക്കേണ്ടത്. നാം വക്കീൽ എന്ന അടിസ്ഥാനത്തിലാണ് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നത്, ഒരു വ്യക്തിയാണ് ഏൽപ്പിക്കുന്നത്. കൃത്യമായി ഏൽപ്പിക്കും. അവർ നമ്മളെ സംബന്ധിച്ചോളം, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെ സംബന്ധിച്ചോളം അവർ കൃത്യമായി ആ ജോലി പൂർത്തിയാക്കുന്നവരാണ്. പൂർത്തിയാക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. സാധനങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അല്ലാത്തവരുണ്ടെങ്കിൽ ഒരാൾക്ക് 150 റുപ്യ വീതം അവരെ ഏൽപ്പിച്ചോളിൻ. പെട്ടെന്ന് ഏൽപ്പിക്കണം, എന്നാലേ അവർക്ക് സാധനം സംഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ ഈദ്ഗാഹ്, മാഷാ അല്ലാഹ്, ഈദ്ഗാഹ് പെരുന്നാൾ നിസ്കാരം ഈദ്ഗാഹിലാണ്. അഷ്റഫുൽ ഖൽക്ക് 2-ാം വർഷത്തിന് ശേഷം മദീനത്തെത്തിയ പോലെ 2-ാം വർഷം റമദാൻ മാസത്തിന് ശേഷം 9 റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ 9 റമദാനിൽ റസൂലുള്ളാഹി തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചത് മൈതാനത്ത് വെച്ചാണ്. 1000 പ്രതിഫലമുള്ള പള്ളിയിൽ വെച്ചായിരുന്നില്ല, മൈതാനത്ത് വെച്ചാണ്. ഒരു പ്രാവശ്യം മഴ പെയ്തപ്പോൾ മാത്രമാണ് പള്ളിയിലേക്ക് നിസ്കാരം മാറ്റിയത്. അതുകൊണ്ട് ഭാര്യമാരെയും കുട്ടികളെയും എല്ലാവരെയും കൂട്ടി, അതിലാരും വ്യത്യസ്തപ്പെടുത്തേണ്ട. പ്രസവിച്ച് കിടക്കുന്ന പെണ്ണായാലും ഹൈദുള്ള പെണ്ണായാലും അവർക്കൊക്കെ സൗകര്യപ്പെടുത്താനാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഈദ്ഗാഹ് നിശ്ചയിച്ചത്. നമ്മുടെ ഈദ്ഗാഹ് നമ്മുടെ ഈ പ്ലസ് ക്ലബ്ബ് മൈതാനത്തിൻ്റെ അടുത്ത്, പ്ലസ് ക്ലബ്ബ് ജംഗ്ഷൻ്റെ അടുത്തുള്ള മൈതാനിയിലാണ്. മറ്റു പല ഈദ്ഗാഹുകളുമുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ പള്ളിൻ്റെ ഈദ്ഗാഹ് എവിടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? സന്തോഷത്തോടുകൂടി നേരത്തെ കാലത്തെ തക്ബീറും ചൊല്ലി വരീൻ, ഭക്ഷണം കഴിച്ചിട്ട് വരീൻ, നല്ല വസ്ത്രം ധരിച്ചിട്ട് വരീൻ, അത്തർ പൂശിയിട്ട് വരീൻ, മക്കളെയും കൂട്ടിയിട്ട് റാഹത്തോടെ വരീൻ, കഴിവിൻ്റെ പരമാവധി നടന്നിട്ട് വരീൻ. എല്ലാവരും ആ രീതിയിൽ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങി മലക്കുകൾ മുസാഫ ചെയ്ത് സലാം പറയുന്ന സൗഭാഗ്യത്തിൻ്റെ അർഹരാവിൻ. പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച് നമുക്ക് പുതിയ ജീവിതത്തിലേക്ക്, അടുത്ത 11 മാസത്തിലേക്ക് കടക്കാം. അല്ലാഹു തആല എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് കൂട്ടി തരട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم
اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا وعلماءنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمجاهدين والمسافرين صادرين واردين في برك وبحرك أجمعين يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.